നമസ്കാരം, ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ആരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും പ്രധാന പങ്കുവഹിക്കുന്ന കാര്യമാണ് ഡയറ്റ്. ആരോഗ്യകരമായ ഡയറ്റ് എന്നാൽ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ മിതമായ അളവിൽ കൃത്യസമയത്ത് കഴിക്കുന്ന രീതിയാണ്. വളരെ കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ചിട്ടും ശരീരഭാരം നിയന്ത്രിക്കാനാകാതെ വിഷമിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട്. ഡയറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആസ്ട്ര മെഡിസിറ്റിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് സൂസൻ ഇട്ടിയാണ് നമ്മുടെ അതിഥി. മാം, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം മാം. ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് യുവാക്കളുടെ കാര്യം എടുക്കുമ്പോൾ. ഈ ശരീരഭാരം കുറയ്ക്കുന്നതിനും മറ്റുമായിട്ടാണ് ഡയറ്റ് എടുക്കുന്ന രീതിയും വളരെ കൂടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. ശരിക്കും എന്താണ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അതൊരു ആക്ച്വലി ഒരു ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ മാത്രം എടുക്കുന്നതാണെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് ഡയറ്റിങ് തന്നെയാണ്. പറഞ്ഞാല് നോർമൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഡയറ്റിങ് വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴും നമ്മൾ എടുക്കുന്നത് ഒരു ഡയറ്റാണ്. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കാനും ഡയറ്റ് എടുക്കാം, വെയിറ്റ് കൂട്ടാനും ഡയറ്റ് എടുക്കാം. അപ്പം ഡയറ്റ് എന്ന് പറഞ്ഞ് ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു ടെർമിനോളജിയിൽ ഇട്ടു വെച്ചുകൊണ്ട് നമ്മളെല്ലാം വിചാരിക്കുന്ന ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ മാത്രമാണെന്നാണ്. അങ്ങനെയല്ല. വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല, നമുക്ക് ഒരു ന്യൂട്രീഷണലി ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഫുഡ് എടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും എല്ലാം ഒരു ഡയറ്റിന്റെ ആവശ്യമുണ്ട്. അത് ഓരോരുത്തരുടെ ജീവിത രീതി, വയസ്സ്, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് ഈ വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം നമ്മൾ ഡയറ്റ് എടുക്കുക. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ വണ്ണം കൂടുന്നതിനും ഈ ഡയറ്റ് എടുക്കാൻ നമ്മൾ അതിലേക്ക് വരാം. അതിന് മുൻപ് പല തരത്തിലുള്ള ഈ ഡയറ്റ് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ എത്ര തരത്തിൽ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്? അത് വല്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞാല് നോർമൽ ഡയറ്റ്, തെറാപ്യൂട്ടിക് ഡയറ്റ്, അങ്ങനെ 2 തരം ഡയറ്റേ ഉള്ളൂ. പിന്നെ ഈ ആൾക്കാരുടെ ഇപ്പൊ വെയിറ്റ് കുറഞ്ഞതോ അല്ലെങ്കിൽ കൂടിയതോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള ഡയറ്റിംഗ് ആണ്. ഈ തെറാപ്യൂട്ടിക് ഡയറ്റില് വരുന്ന മോഡിഫിക്കേഷൻസ് ആണ് മറ്റേ ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു രോഗം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുള്ളപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും കൂട്ടാനും ഇതെല്ലാത്തിനും ഉള്ളിൽ വരുന്നതാണ് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 ഡയറ്റേ ഉള്ളൂ. ഒന്ന് തെറാപ്യൂട്ടിക് ഡയറ്റ്, അല്ലെങ്കിൽ നോർമൽ ഡയറ്റ്, അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് എന്ന് പറയും. ഇത് 2 ഉള്ളൂ. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് മാറി മാറി ഡയറ്റ് വരും. അങ്ങനെയേ ഉള്ളൂ. ഇപ്പൊ ചോദിച്ച ചോദ്യം വെയിറ്റിന് മാത്രമുള്ളതാണെങ്കിലും പോലും അതിനകത്ത് ഓരോരുത്തരുടെ വെയിറ്റ്, ഹൈറ്റ്, അവർ ചെയ്യുന്ന ജോലി, ഇതെല്ലാം അനുസരിച്ചായിരിക്കും ഡയറ്റ് വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ എത്രയൊക്കെ കഴിക്കാതിരുന്നാലും വണ്ണം കുറയുന്നില്ല എന്നുള്ള പരാതി, അങ്ങനെ 2 കൂട്ടരുണ്ട്. ഇപ്പോൾ ആദ്യം ഈ മാം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വണ്ണം കൂട്ടാനും നമുക്കിത് സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ്? ഈ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും വണ്ണം വെക്കാത്ത ശരീരപ്രകൃതമുള്ള ആളുകൾക്ക് എന്താണ് ഈ ഡയറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അത് അങ്ങനെ എനിക്ക് ഒരൊറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇവർ വണ്ണം വെക്കാത്തതെന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഒരു ന്യൂട്രീഷൻ അസസ്മെന്റ്സ് നമുക്ക് ചെയ്യാനുണ്ട്. കുറെ അസസ്മെന്റ് ചെയ്യണം. പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കൂടാത്തത് എന്തുകൊണ്ടാണ്. ചിലപ്പം അവരുടെ ശരീരപ്രകൃതം അങ്ങനെ ആയിരിക്കും. അത് എത്ര കഴിച്ചാലും അവർക്ക് കൂടത്തില്ല. ചിലരുടെ പേരൻസ് അങ്ങനെ മെലിഞ്ഞവരായിരിക്കും. അതായത് അവർക്കും വണ്ണം കൂടാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ അല്ല, ചിലപ്പോൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലി കൊണ്ടാകാം ചിലപ്പോൾ വെയിറ്റ് കൂടാത്തത്. അവിടെയാണ് നമ്മൾ പലതരം ഡയറ്റിങ് ചെയ്ത് ഇവർക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റുന്നത്. വെറുതെ ഡയറ്റിംഗ് മാത്രം ചെയ്താൽ പോരാ. ആ സമയത്ത് അവർ എക്സസൈസ് ചെയ്യണം, അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം ഇംപ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ വെയിറ്റ് കൂടത്തുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് കേൾക്കുന്ന കുറച്ച് വാർത്തകളാണ് ഈ ഡയറ്റ് ചെയ്തിട്ട് അത് മരണം സംഭവിച്ചു എന്നൊക്കെ. അത് ഉറപ്പായിട്ടും കൃത്യമായ രീതിയിലുള്ള ഡയറ്റ് ചെയ്യാത്തതിലെ പ്രശ്നം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, അല്ലേ?
തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഒത്തിരി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട്. ഇവര് പറയുന്ന ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാവുന്നവര് ഇഷ്ടം പോലെ പേരുണ്ട്. ഇപ്പൊ ഈയിടെയായിട്ട് ഒത്തിരി പേര് നമ്മൾക്ക് കാണാനും സാധിച്ചു. മരിച്ചു പോയവരും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം വേറൊരു കാര്യം കുട്ടികൾ ചെയ്യുന്നത് ഈ ചാറ്റ് ജിപിടിയിൽ ചോദിച്ചിട്ട് ഡയറ്റ് ചെയ്യുന്നവരുണ്ട്. അതും ഈ ഇടയ്ക്ക് ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരാൾ വെറുതെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ നെറ്റിൽ കാണുന്ന ഒരു ഡയറ്റ് എല്ലാവർക്കും സൂട്ടബിൾ അല്ല. അത് ഓരോ വ്യക്തിക്കും ഓരോ തരം ഡയറ്റാണ് സൂട്ടബിൾ. അത് ഫസ്റ്റ് ഒരു ഡയറ്റീഷ്യനെ കണ്ട് അവരുടെ ഡയറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം ഡയറ്റിങ് ചെയ്യാനായിട്ട്. അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഇപ്പൊ ഈ മരണം സംഭവിച്ചതെല്ലാം ഭയങ്കരമായിട്ടുള്ള ക്രാഷ് ഡയറ്റ്സ് ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ഏതോ ജ്യൂസ് മാത്രം കുടിച്ചോണ്ട് ഇരുന്നിട്ട് വെയിറ്റ് കുറച്ചതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഇവർക്ക് വേറെ ന്യൂട്രീഷൻ ഒന്നും കിട്ടുന്നില്ല. ഇവരുടെ ന്യൂട്രിയൻ ലോസസ് സംഭവിച്ച് മസില് പോകും, അല്ലെങ്കിൽ വേറെ ഒത്തിരി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരും. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അതായത് സോഡിയം പൊട്ടാസ്യം, ഇതെല്ലാം ബോഡിയിൽ കുറഞ്ഞു പോകും. ഇതെല്ലാം സംഭവിക്കുമ്പോഴാണ് ഡെത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ഡയറ്റ്സ് ഒന്നും എടുക്കരുത്. എടുക്കുവാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുത്തു വേണം വെയിറ്റ് കുറയ്ക്കാനായിട്ട്. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് ഭക്ഷണങ്ങൾ അങ്ങ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ചോറ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റാണ്, അതുകൊണ്ട് ചോറ് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ചോറ് നമ്മൾ കഴിക്കില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണോ ശരിക്കും വേണ്ടത്? ആരോഗ്യകരമായി എങ്ങനെയാണ് ഈ ആഹാരം കഴിക്കേണ്ടത്? അതൊരു സിമ്പിൾ ആണ് ആരോഗ്യകരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാല്. ഒരു സിമ്പിൾ ടൈമിൽ പറഞ്ഞാൽ മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചാല് ഹാഫ് ഓഫ് ദ പ്ലേറ്റ് നമുക്ക് വെജിറ്റബിൾസ് ആയിരിക്കണം, ബാക്കി ഹാഫിന്റെ ക്വാർട്ടർ പോർഷന് പ്രോട്ടീൻ ആയിരിക്കണം, ബാക്കി ക്വാർട്ടർ പോർഷന് കാർബോഹൈഡ്രേറ്റ് വരാവുള്ളൂ. അതായത് ഈ ക്വാർട്ടർ പോർഷന് ചോറോ ചപ്പാത്തിയോ ഇഡ്ഡലിയോ ദോശയോ വരാവുള്ളൂ. പ്രോട്ടീൻ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കണം ഫിഷോ ചിക്കനോ കടലയോ പരിപ്പോ പനീറോ വരണം. ബാക്കി ഹാഫ് ഓഫ് ദ പോർഷൻ വെജിറ്റബിൾ ആയിരിക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഓരോ നേരവും, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം, ലഞ്ച് ഇങ്ങനെ ആയിരിക്കണം, ഡിന്നർ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതൊരു ഹെൽത്തി ഡയറ്റാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റും കുറയ്ക്കാൻ പറ്റും. അപ്പം വേറെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഒന്നും ഉണ്ടാകാതെ ഇരിക്കും. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് പിന്നെ ഓരോരുത്തരനുസരിച്ച് പ്രപ്പോർഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറണം, അത്രേ ഉള്ളൂ. പക്ഷെ ചോറ് കഴിക്കാതിരുന്ന് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയത്തില്ല, ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറില്ല. ചിലർക്ക് ചോറ് കഴിക്കാതിരിക്കാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ ചോറ് ഭയങ്കര ഇഷ്ടമുള്ളവരോട് ഞാൻ നാളെ തൊട്ട് ചോറ് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. മാനസികമായിട്ടും അവർക്കത് ബുദ്ധിമുട്ട് വരും. അതിന് നമുക്കതെല്ലാം കഴിക്കാം, പക്ഷെ ഇതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നോക്കിയിട്ട് വേണം കഴിക്കാൻ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഭക്ഷണവും ഇതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ. ഇപ്പൊ ഫ്രൂട്ട്സ് ആയാലും അതുപോലെ തന്നെ ഇപ്പൊ ചോറായാലും അതുപോലെ തന്നെ മധുരവും, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ഈ ഡയറ്റ് എന്ന് പറയേണ്ടത്? മധുരം നമ്മൾ പറയത്തില്ല. ഇപ്പൊ മധുരം ലീസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് മധുരവും എണ്ണയും ഉപ്പും. ബാക്കി പറയുന്ന ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും പച്ചക്കറി സീരിയൽസും പൾസും അങ്ങനത്തെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം, അതൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ മെയിൻ ആയിട്ടുള്ളതാണ് വെള്ളം. ഒത്തിരി പേര് നമ്മളിപ്പോ AC-ലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വെള്ളം കൺസംഷൻ വളരെ കുറവാണ്. അപ്പൊ വെള്ളവും നന്നായിട്ട് കുടിക്കണം. അതായത് ഒരു ഹെൽത്തി ആയിട്ട് ഒരാള് 8 to 12 ഗ്ലാസസ് വെള്ളം ഒരു ദിവസം കുടിക്കണം. അപ്പൊ നമ്മളിപ്പോ AC-ലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ദാഹിക്കാത്തപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് നമ്മുടെ ടേബിളിൽ വെക്കുക. അതൊരു 3 പ്രാവശ്യം ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. അങ്ങനെയാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂറിന്റെ കളറ് നമ്മൾ നോക്കണം. യൂറിന്റെ കളറ്
പെയിൽ യെല്ലോ ആയിരിക്കണം. യെല്ലോ കളർ കൂടുന്നതനുസരിച്ച് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് കുടിച്ചില്ലെങ്കിലും നമുക്ക് ഒത്തിരി രോഗങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഫുഡ് സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ അവർ ജിമ്മിൽ പോയിട്ടൊക്കെ ഓരോ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശരിയായ രീതിയാണോ? ഒരിക്കലും, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും കുറെ ഫുഡ് ഗ്രൂപ്പ്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ഡയറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരാം. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരുമ്പോൾ നമുക്ക് ആദ്യമേ തുടങ്ങുമ്പോഴേ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷീണം, അല്ലെങ്കിൽ മുടി കുഴിച്ചില്, എപ്പോഴും നമുക്ക് കിടക്കണമെന്നൊരു തോന്നല്, അങ്ങനത്തെ ഈ മസിലൊക്കെ വീക്ക് ആകുന്നു, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കുറെ നാള് നമ്മൾ അങ്ങനെ പോയി കഴിയുമ്പോൾ അത് വളരെ ക്രിട്ടിക്കൽ ആകാനായിട്ടും ചാൻസ് ഉണ്ട്. അത് നമ്മൾക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒക്കെ എടുത്ത് പിന്നെ അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ഈ ഫുഡ് ഗ്രൂപ്പ്സിലുള്ള ഒരു സാധനം അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ, അതിൻ്റെയൊക്കെ ഒരു സേവനം ഈ ജിമ്മുകൾ പോകുന്നവർക്കും വേണ്ടതല്ലേ? കാരണം ഈ ഡയറ്റ് എടുക്കുന്നവരും ഒക്കെ ഉണ്ടാവും, അവർക്ക് പേഴ്സണൽ ട്രെയിനറും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും കൃത്യമായി ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെയൊക്കെ ഈ ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഒക്കെ ഒരു സേവനം അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പല പ്രായത്തിലുള്ളവരായിരിക്കും ജിമ്മിൽ പോകുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് കുറച്ച് ഡയബറ്റീസോ കൊളസ്ട്രോളോ ബി.പിയോ അങ്ങനെയൊക്കെ ഉള്ളവരും ജിമ്മിൽ പോകാം. ആർക്ക് വേണേലും ജിമ്മിൽ പോകാം. പക്ഷെ ഇവര് ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് അല്ല ഫോളോ ചെയ്യേണ്ടത്. അവരുടെ അസുഖങ്ങൾക്കും പ്ലസ് ഇവരുടെ മസില് വീക്ക് ആകാതെ ഇരിക്കാനായിട്ടും പ്ലസ് ഇവരുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടാനും എല്ലാം ചേർന്നിട്ടുള്ള ഡയറ്റ് വേണം ഇവർ ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ അവരുടെ വയസ്സ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡയറ്റ് എടുക്കാൻ. അപ്പോൾ എപ്പോഴും ഒരു ജിമ്മിൽ പോകുന്ന ഒരു ആള് ഒരു ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം ജിമ്മിൽ പോകാനായിട്ട്. എല്ലാവർക്കും ഒരേ ഡയറ്റ് ഫീസിബിൾ ആകത്തില്ല. എല്ലാവർക്കും ഒരേ ഡയറ്റ് ചെയ്താലും പ്രയോജനം ഉണ്ടാകത്തില്ല. ഇപ്പൊ ചിലര് ഇപ്പൊ ജിമ്മിൽ പോയിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവര് നേരത്തെ പറഞ്ഞ പോലെ കുറെ ഫുഡ് ഗ്രൂപ്പ്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ന്യൂട്രീഷൻ ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. ആ ന്യൂട്രീഷനും ആ ന്യൂട്രിയൻസും കിട്ടിയാൽ മാത്രമേ ചിലപ്പോ ഈ ബോഡിയിൽ വെയിറ്റ് കുറയത്തുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഒരു ഡയറ്റീഷ്യനെ കണ്ട് ഇവരുടെ ഡയറ്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം അവര് ഒരു ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കാനായിട്ടൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ജിമ്മിൽ പോകുന്നവരായാലും ഡയറ്റ് എടുക്കുന്നവരായാലും എല്ലാം സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇപ്പോൾ നേരിട്ടൊരു ന്യൂട്രീഷനിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനിസ്റ്റിനോ കാണാൻ പോകാതെ തന്നെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വഴിയുള്ള അവർ പറയുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തുടരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശരിക്കും നല്ല രീതിയിലാണോ? മിക്കതും ഈ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അവരുടെ ഒരു റേറ്റിങ്ങിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരതിൽ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ഇല്ലേ? തീർച്ചയായിട്ടും. നമ്മളെല്ലാവരും ഇത്രയും അധികം എഡ്യൂക്കേഷനും ഇത്രയും അധികം നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഡയറ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ അവര് എടുത്തിട്ട് അവർക്ക് പ്രയോജനം കിട്ടിയതായിരിക്കും. പക്ഷെ അത് എല്ലാവർക്കും പ്രയോജനം കിട്ടണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവര് ചെയ്യുന്ന ഡയറ്റ് ചെയ്ത് ഒത്തിരി പേര് ഈ ഒത്തിരി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ആയിട്ടും നമ്മളെ വന്ന് കാണുന്നവരുണ്ട്. നമ്മളെ ചോദിക്കുമ്പം പറയുന്നത് ഇന്ന ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന യൂട്യൂബ് നോക്കി ഞാൻ ഡയറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് പല ഫുഡ് ഗ്രൂപ്പ്സും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് ആ ഇൻഫ്ലുവൻസറിന് വെയിറ്റ് കുറഞ്ഞു കാണും, കാരണം അത് അവരുടെ ബോഡിക്ക് സൂട്ടായതാണ്. പക്ഷെ ആ സെയിം തിങ് എൻ്റെ ബോഡിക്ക് സൂട്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒരു ഡയറ്റീഷ്യനെ കണ്ട് അത് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇതെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ ഈസി ആക്സസ് ആണ്. നെറ്റിൽ കയറിയാൽ പെട്ടെന്ന് കിട്ടും. ഇത് എന്തേലും ഇവർ പറയുന്നത് കേട്ട് അങ്ങനെ ചെയ്തു പോയാൽ മതി. അല്ലെങ്കിൽ ഡയറ്റ് ആണെങ്കിലും അവരുടെ പേജസിലൊക്കെ അവർ ഇട്ടിട്ടുണ്ടാവും. അത് വെറുതെ ഇങ്ങനെ എടുത്ത് നമ്മൾ ചെയ്താൽ മതി. പക്ഷെ ഒരു ഡയറ്റീഷ്യനെ കാണണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 45 മിനിറ്റ്സ് ടു 1 അവർ എടുക്കണം, ഒരു സ്പെൻഡ് ചെയ്യണം നമ്മൾ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് നമ്മുടെ ഡയറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട്. കാരണം ഇവരുടെ അസസ്മെന്റ് ചെയ്യണം, ഇവർ എന്തുകൊണ്ടാണ് ഇവർക്ക് വെയിറ്റ് കൂടുന്നതെന്ന് നോക്കണം, പിന്നെ ഇവരുടെ ഡയറ്റ് ഹിസ്റ്ററി നോക്കണം, ഇവരുടെ ആക്ടിവിറ്റി നോക്കണം, ഇവരുടെ സ്ലീപ്പ് സൈക്കിൾ നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഡയറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ കുറച്ച് ടൈം സ്പെൻഡ് ആകും. പിന്നെ ഓഫ് കോഴ്സ് മണി ഒരു മാറ്ററാണ്. മറ്റേതാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും, പിന്നെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ബോഡി ബിൽഡേഴ്സ് അത് ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഈ ഫിറ്റ്നസ് നോക്കുന്ന ആളുകൾ ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ജിമ്മിൽ പോയി എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതെന്ന് പറയും. ജിമ്മിൽ പോയി നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു വർക്കൗട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്ന് തന്നെ, നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടിയത് എല്ലാം കിട്ടുന്നുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ അല്ലാതെ മസിൽ ബിൽഡേഴ്സ്, കുറെ അത്ലറ്റ്സ്, അവർക്കെല്ലാം പ്രോട്ടീൻ പൗഡേഴ്സിന്റെ ആവശ്യമുണ്ട്. അത് അവർ യൂസ് ചെയ്യേണ്ടതുമാണ്. അല്ലാതെ സാധാരണയായിട്ട് 1 അവർ ജിമ്മിൽ പോകുന്നവർക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല. അത് അവരെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഭക്ഷണത്തിൽ നിന്ന് തന്നെ അവർക്ക് ഈ പ്രോട്ടീനും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് നമ്മൾ ഈ ചിയ സീഡ്, പംകിൻ സീഡ്, അതൊക്കെ കുറച്ച് എല്ലാ കടകളിലും കിട്ടുന്ന ഒരു തരത്തിലേക്കൊക്കെ പോകുന്നു. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ കൂടുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ ഫുഡ് ഹാബിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടാണ് എല്ലാവരും പോയി വാങ്ങുന്നതും ഈ ജ്യൂസിലോ അല്ലെങ്കിൽ ഈ സ്മൂത്തി പോലെയുള്ളതിനകത്തൊക്കെ ചെയ്ത് അത് ഉൾപ്പെടുത്തി ഉപയോഗിക്കുന്നതും ഒക്കെ. ഇതിന് ശരിക്കും നല്ല ഗുണങ്ങൾ തന്നെയാണോ ഉള്ളത്? ഇതൊക്കെ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പറയേണ്ടതുണ്ടോ? ആക്ച്വലി ഇത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇതിനുണ്ട്. പിന്നെ ഇതിനകത്ത് ചില സീഡിനകത്ത് കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ ഈ ചിയ സീഡ് എന്നൊക്കെ പറയുന്ന സീഡ്സിനകത്ത് നല്ല ഫൈബർ ഉണ്ട്. ഇതൊക്കെ നല്ലതാണ്, നമ്മൾ എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ വളരെ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറ്റിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എടുക്കാം. പക്ഷെ ഈ omega-3, അതായത് ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നതാണ് omega-3 ഒക്കെ. അതൊക്കെ നമ്മുടെ മീനുകളിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. മീൻ എന്ന് പറയുമ്പോൾ കൂടുതലും ഈ മത്തി, അയല അങ്ങനത്തെ ഫിഷിൽ നിന്നാണ് കൂടുതലായിട്ട് omega-3 കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ റെഗുലറായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചിയ സീഡ് എന്നൊക്കെ പറയുന്നത് ഫൈബറാണ്. അപ്പൊ നമ്മൾ ഡെയിലി നന്നായിട്ട് പച്ചക്കറി കഴിക്കുവോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രൂട്ട് എങ്കിലും ഒരു ദിവസം എടുക്കുകയോ ചെയ്യുന്നവർക്ക് പിന്നെ ചിയ സീഡിന്റെ ആവശ്യമില്ല. നിർബന്ധമായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. അപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ മഞ്ഞള് അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതിനൊക്കെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ നല്ലതായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അത്യാവശ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതാണ്. കാരണം കുറച്ചും കൂടെ omega-3 ഒക്കെ നമുക്ക് കിട്ടാൻ, ഗുഡ് ഫാറ്റ്സ് കിട്ടാനായിട്ട്, പിന്നെ ഫൈബർ ഒക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് അത് നല്ലതാണ്. അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിർബന്ധമായി ഇതിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്, വില കൂടുതലാണ് ഒക്കെ തോന്നുന്നവർക്ക് അത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരളവുണ്ട്. ആ അളവിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലും അപകടകരമാണ്. അപ്പം ഈ സീഡ്സ് ഒരു മിക്സഡ് സീഡ് ആണെങ്കിൽ
ഒരു ദിവസം 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്ട്സും ഉണ്ട്. അപ്പൊ ഈ രീതിയിലേ യൂസ് ചെയ്യാവുള്ളൂ. നേരത്തെ സംസാരിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നവരുടെ കാര്യമൊക്കെ. അപ്പോൾ അതിൽ തന്നെ മിക്കവാറും നമ്മൾ കാണുന്നതാണ് ഈ 3 മാസം കൊണ്ട് വെയിറ്റ് കുറയും, അല്ലെങ്കിൽ 5 മാസം കൊണ്ട് വെയിറ്റ് കുറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മാം നേരത്തെ പറഞ്ഞു അത് എല്ലാവരുടെ കാര്യത്തിലും അത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഭാവിയിൽ അത് എന്തെങ്കിലും ഒരു ദോഷഫലങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണോ അതിലൂടെ ഉള്ളത്? ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഒരുപോലെ ആവില്ലല്ലോ അവരുടെ ശരീരപ്രകൃതം. ഇപ്പോൾ 3 മാസം കൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുമില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഒക്കെ വരുമ്പോൾ അത് എന്തെങ്കിലും ഒരു ബാഡ് എഫക്റ്റ് നമുക്കത് വരാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായും. ഇപ്പം ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് മാസം 2 അല്ലെങ്കിൽ 3 കിലോ കുറയ്ക്കുന്നതാണ് ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഒന്നും വരത്തില്ല, വേറെ മസിൽ ലോസ് വരത്തില്ല, വേറെ പ്രശ്നങ്ങളൊന്നും വരാതെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത്. പക്ഷെ ഈ ക്രാഷ് ഡയറ്റ്സ് ഒക്കെ എടുത്ത് ഈ 5 കിലോ 10 കിലോ ഒക്കെ മാസം കുറയ്ക്കുന്നവർക്ക് ഒത്തിരി മസിൽ ലോസസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഒത്തിരി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ ഈ വെയിറ്റ് കുറയ്ക്കുമായിരിക്കും. ചിലപ്പോൾ 20 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ട്രൈ ചെയ്തത്. അപ്പൊ ചിലപ്പോൾ 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ അവർ 20 കിലോ കുറഞ്ഞായിരിക്കും. പക്ഷേ ഈ ക്രാഷ് ഡയറ്റ്സ് ഒരിക്കലും നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അങ്ങനത്തെ ക്രാഷ് ഡയറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ 7ാമത്തെ മാസം തൊട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങും പഴയ രീതിക്ക്. ആ പഴയ രീതിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുറഞ്ഞ 20 കിലോ തിരിച്ച് 25ഓ 30ഓ ആയിട്ട് തിരിച്ചു വരും. അതാണ് റീബൗണ്ട് വെയിറ്റ് ഗെയിൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ആ 6 മാസം കഷ്ടപ്പെട്ടത് വെറുതെ ആകും. അപ്പൊ അതിനൊരു പ്രയോജനവും ഇല്ലാതെയാകും. പിന്നെ ഈ പോയതെല്ലാം കൂടെ തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ എപ്പോഴും ചെയ്യുന്നതും മെഡിക്കലി ഓക്കെയും നമ്മളെ മെഡിക്കലി ഫിറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യണമെങ്കിൽ ഈ 2 to 3 kg കുറയ്ക്കാവുള്ളൂ. ഇങ്ങനെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ 20 കിലോ കുറഞ്ഞെങ്കിൽ ആ 20 കിലോ കുറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കൂടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഡയറ്റിംഗ് ഒക്കെ എടുക്കണം, എന്നാലേ അത് കൂടാതെ ഇരിക്കത്തുള്ളൂ. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കത്തുള്ളൂ. പിന്നെ ഈ പതുക്കെ കുറയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് അത് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ഒത്തിരി വെയിറ്റ് കുറഞ്ഞെന്നോ അല്ലെങ്കിൽ നമുക്ക് വീക്ക്നെസ്സോ ടയർഡ്നെസ്സോ ഒന്നും വരത്തുമില്ല. സ്ലോ ആയിട്ട് കുറയത്തേ ഉള്ളൂ. അപ്പൊ മസിൽ ലോസോ വേറെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസോ ഒന്നും വരാതെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് PCOD ഉള്ളവരൊക്കെ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ അമിതവണ്ണമാണ്, അത് കുറയ്ക്കണം എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള അസുഖങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ അവർക്ക് സാധിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഈ വണ്ണം കൂടുതലുള്ളതുകൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് മാറ്റാൻ അല്ലെങ്കിൽ അത് വണ്ണം കുറയ്ക്കാനുള്ളൊരു വഴി എന്തായിരിക്കും? ഇങ്ങനെയുള്ളവർക്കും ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ പറയത്തില്ല. എപ്പോഴും ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എടുത്ത് നമ്മൾ ഈ 2 to 3 kg ഒരു മാസത്തിൽ കുറയ്ക്കാൻ നമ്മൾ പറയത്തുള്ളൂ, സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് ഇവര് ഡയറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഫുൾ ലൈഫ് സ്റ്റൈൽ അവർ മോഡിഫൈ ചെയ്യണം. ഫുൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവരുടെ സ്ലീപ്പ് കറക്റ്റ് ആവണം. സ്ലീപ്പ് കറക്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 10:30 അല്ലെങ്കിൽ മാക്സിമം 11 o'clock കിടന്നിട്ട് 6 o'clock എഴുന്നേക്കണം. ആ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ചെയ്യണം. അതായത് ഒരു 8 hours സ്ലീപ്പ് ഉണ്ടായിരിക്കണം. പ്ലസ് ഇവര് ഒത്തിരി പേര് ഒത്തിരി ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും. ആ ജങ്ക് ഫുഡ് എല്ലാം ടോട്ടലി കട്ട് ചെയ്യണം. ഷുഗേഴ്സ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവര് കട്ട് ചെയ്യണം. പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കണം. അതായത് 9 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്, 1:30 ലഞ്ച്, ഒരു രാത്രി 8 മണിക്ക് മുമ്പ് ഡിന്നർ. ഇത് ചെയ്യണം ഇവര്. പിന്നെ വെള്ളം കുടിക്കണം. ഒരു 10 to 12 glasses ഓഫ് വാട്ടർ ഡെയിലി എടുക്കണം. പിന്നെ 1 hour മിനിമം എക്സസൈസ് ചെയ്യണം. ഇത്രയും ചെയ്താലേ PCODക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആകത്തുള്ളൂ. അല്ലാതെ വെറും ഡയറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല.
ഈ ലൈഫ് സ്റ്റൈൽ ഫുള്ള് മോഡിഫൈ ചെയ്താലേ അവർക്ക് PCODന്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഈ ഫിറ്റ്നസ് ജേണി തുടങ്ങുന്ന ഒരാൾ അവരെങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്? ആദ്യ പടിയായിട്ട് എന്താണ് അവർ ചെയ്യേണ്ടത്? ഫസ്റ്റ് അവർ ഡിസൈഡ് ചെയ്യണം ഈ ഡയറ്റും എക്സസൈസൊക്കെ അവർ ചെയ്യും എന്നുള്ളത്. അതായത് ഇപ്പോൾ ജാനുവരി 1 ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ അടുത്ത് വരും ഡയറ്റ് നോക്കാനായിട്ട്. ഇവർ ഈ ഡയറ്റ് ചാർട്ട് മേടിച്ചിട്ട് പോയിട്ട് മാക്സിമം ഒരാഴ്ച ഫോളോ ചെയ്യും. അത് കഴിയുമ്പോൾ പഴയ റുട്ടീനിലോട്ട് പോകും. അപ്പോൾ ഇവര് മെന്റലി പ്രിപ്പയർഡ് ആകണം. നമ്മൾ ഈ ഡയറ്റിങ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മെന്റലി പ്രിപ്പയർഡ് ആകണം. ഇവർക്ക് ഫിറ്റ്നസ് വേണമെന്നുള്ള കാര്യം ഇവർ മെന്റലി പ്രിപ്പയർഡ് ആണ്. പിന്നെ ഇവരുടെ വീട്ടിലുള്ളവരും കൂടെ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ഇപ്പൊ ഒരാൾ ഫിറ്റ്നസിന് പോകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ജോഗിങ്ങോ അല്ലെങ്കിൽ ജിമ്മിലോ എക്സസൈസിനോ എന്തെങ്കിലും പോകുമ്പോൾ ഇന്ന് രാവിലെ എന്തിനാ പോകുന്നത്, നാളെ തൊട്ട് പോകാം, അല്ലെങ്കിൽ ഡയറ്റ് എടുത്തു കഴിയുമ്പോൾ സാരയില്ല ഇന്ന് ഒരു ദിവസം കഴിക്ക്, നാളെ തൊട്ട് നമുക്ക് നോക്കാം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും കൂടെ സഹായം വേണ്ടി വരും അത് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡയറ്റിങ് അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വീട്ടിലെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരും ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. അത് നമ്മുടെ വീട്ടില് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണിത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാതിരിക്കാനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിന് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എല്ലാവരും കൂടെ കൂടി ചെയ്താലേ ഇത് ഒരു വർക്കൗട്ട് ആകത്തുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ ഒരാൾ മാത്രം ഇത് ചെയ്തോണ്ടിരുന്നാല് അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബിരിയാണിയോ മന്തിയോ ഒക്കെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരാഗ്രഹം വരത്തില്ല കഴിക്കണമെന്നുള്ളത്. അന്നേരം അതും ഒരു ബുദ്ധിമുട്ടാവും. എല്ലാരും കൂടെ ചേർന്ന് വേണം ഒരു ഫിറ്റ്നസ്സിനോട്ട് പോകാനായിട്ട്. മാം പറഞ്ഞതുപോലെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ടാണ് എല്ലാവരും മിക്ക ആളുകളും ഈ ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പ്രയാസം എല്ലാവരുടെ കാര്യത്തിലും ഉണ്ട്. എന്തായാലും ഈ വെയിറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു വലിയ ടോപ്പിക്ക്, അത് ഈ പറഞ്ഞ പോലെ ഡയറ്റ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. എന്താണ് ഡയറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡയറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ യൂട്യൂബ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് ആളുകൾ നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായി തന്നെ ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയി തന്നെ ചെയ്യണം എന്നുള്ളതാണ് മാം പറഞ്ഞു തന്നത്. മാം വളരെ നന്ദി. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന്, ഈ ഡയറ്റിനെ കുറിച്ചും തെറ്റിദ്ധാരണകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.